ആ, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്, ആ പവർ പോയിന്റ് ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ. ഒരു സെക്കൻഡ് എൻ്റെ ആ PDF ഡൗൺലോഡ് ആവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു സെക്കൻഡ്, ഞാൻ ആ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിക്കോട്ടെ.
ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്? സ്ലൈഡ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ടെക്നിക്കലി എല്ലാം ഓക്കെ ആണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം, സ്ലൈഡ്സ് ക്ലിയർ ആയിട്ട് കാണാം, ടെക്നിക്കലി എല്ലാം ഓക്കെ ആണ്. ജസ്റ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ ആണ്, റൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ റെവല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള റെവല്യൂഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ രണ്ടാമതായിട്ട് നമുക്ക് അമേരിക്കൻ റെവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ മൂന്നാമത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 4 റഷ്യൻ റെവല്യൂഷൻ, 5 ചൈനീസ് റെവല്യൂഷൻ. ഈ 5 റെവല്യൂഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട റെവല്യൂഷൻസ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് റെവല്യൂഷൻസ് നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റെവല്യൂഷൻസ് വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ റെവല്യൂഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോണേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും, അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അമേരിക്കൻ റെവല്യൂഷൻ എന്നെന്ത് ചെയ്യുക, എല്ലാവരും ഹെഡിങ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്നോട് റെസ്പോണ്ട് ചെയ്യണം. കാര്യം ഒരു എന്താ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്ലാസ്സും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് കൊടുക്കുക, അമേരിക്കൻ റെവല്യൂഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് അമേരിക്കൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അമേരിക്കയിൽ എന്തുണ്ടായിരുന്നു, 13 കോളനീസ് ഉണ്ടായിരുന്നു. ഓക്കെ, 13 കോളനീസ് ഉണ്ടായിരുന്നു. ഈ 13 കോളനീസും അവരുടെ മദർ കൺട്രി ആയിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ എന്ന് നമ്മൾ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അമേരിക്കയിൽ 13 കോളനീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ കോളനീസ് ഒക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടത്, എത്ര കോളനീസ് ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഏതാണ് ലാസ്റ്റ് ഫോമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് എന്താണ് അമേരിക്കൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്, അമേരിക്കയിലെ 13 കോളനീസും ദെൻ ഈ കോളനീസിന്റെ മദർ കൺട്രി ആയിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന റെവല്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് കട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, എന്താണ് അമേരിക്കയിൽ 13 കോളനീസ് ഉണ്ടായിരുന്നെന്നും ഈ 13 കോളനീസും അതുകൂടാതെ ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഈ അമേരിക്കൻ റെവല്യൂഷൻ ഏത് കോണ്ടിനെന്റിലാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഏത് കോണ്ടിനെന്റിലാണ് അറിയാമോ? ഏത് കോണ്ടിനെന്റിലാണ് അമേരിക്കൻ റെവല്യൂഷൻ നടന്നത്? നമുക്കറിയാം, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളടുത്ത് സ്പെസിഫിക്കലി നമ്മളോട് ചോദിക്കാം, അമേരിക്കൻ റെവല്യൂഷൻ നടന്ന കോണ്ടിനെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് കോണ്ടിനെന്റ്? പറഞ്ഞ അറിയാവുന്നവർ കമന്റ് ചെയ്തേ. ഏത് കോണ്ടിനെന്റിലാണ് അമേരിക്കൻ റെവല്യൂഷൻ നടന്നത്? ഏത് കോണ്ടിനെന്റിലാ? യെസ്, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് എന്ത് നടക്കുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അമേരിക്കൻ റെവല്യൂഷന്റെ ആ ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ടൈം വിൻഡോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 1775 മുതൽ 1783 വരെയാണ് എന്ത് നടക്കുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 3 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിലെ 13 കോളനീസും ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അമേരിക്കൻ റെവല്യൂഷൻ ഏത് കോണ്ടിനെന്റിലാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് അമേരിക്കൻ റെവല്യൂഷൻ നടന്നത്. ദെൻ അമേരിക്കൻ റെവല്യൂഷൻ നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1775 മുതൽ 1783 വരെ നടക്കുന്ന സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റുകൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കാം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ എന്താണ്,
1783 എന്ത് നടക്കുന്നത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് നടക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതെന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? 1783 അത് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ്സ് പറഞ്ഞു. ആ 4 പോയിന്റ്സും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയാം. റൈറ്റ്? ഓക്കെ അല്ലേ? ഓക്കെ, വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അമേരിക്കൻ റവല്യൂഷന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കൻ കോൺഫ്ലിക്റ്റിന്റെ ഫണ്ടമെന്റൽ കോസ് എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മൂല കാരണം, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാകാനുള്ള ഫണ്ടമെന്റൽ കോസ് അല്ലെന്നുണ്ടെങ്കിൽ മൂല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കയിൽ നടപ്പിലാക്കിയ പോളിസി ഓഫ് മെർക്കന്റലിസം ആണ്. ഓക്കെ, അപ്പൊ പോളിസി ഓഫ് മെർക്കന്റലിസം അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റ് നയങ്ങളാണ്. ഓക്കെ, പോളിസി ഓഫ് എന്താണ്? മെർക്കന്റലിസം. ഓക്കെ, പോളിസി ഓഫ് മെർക്കന്റലിസം അല്ലെന്നുണ്ടെങ്കിൽ മെർക്കന്റലിസം നയങ്ങളാണ് എന്തിലേക്ക് നയിച്ചത്? ഈ പറയുന്ന അമേരിക്കൻ റവല്യൂഷനിലേക്ക് നയിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കാം, അമേരിക്കൻ റവല്യൂഷന്റെ സ്ലോഗൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? അത് എവിടെ എഴുതിയിട്ടുണ്ട്? എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അല്ലെങ്കിൽ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ളതാണ് അമേരിക്കൻ റവല്യൂഷൻ എന്തെന്ന് പറയുന്ന സ്ലോഗൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സ്ലോഗൻ ആരാണ് രൂപം നൽകിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു സ്ലോഗൻ രൂപം നൽകിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. ആരാണ് ഈ ഒരു സ്ലോഗൻ ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് ഈ ഒരു സ്ലോഗൻ ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ടോട്ടലി 5 പോയിന്റ്സ് പറഞ്ഞു. ആ 5 പോയിന്റ്സും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ഓർത്തു വെച്ചേക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ 13 കോളനീസും അവരുടെ മദർ കൺട്രി ആയിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന സീരീസ് ഓഫ് കോൺഫ്ലിക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമേരിക്കൻ റവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അമേരിക്കൻ റവല്യൂഷൻ നടന്നത് ഏത് കോണ്ടിനെന്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. ദെൻ അമേരിക്കൻ റവല്യൂഷന്റെ ആ ഒരു ടൈം പീരീഡ് എന്താണെന്ന് ചോദിച്ചാൽ 1775 മുതൽ 1783 വരെയാണ് അമേരിക്കൻ റവല്യൂഷന്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. എന്നാൽ സ്പെസിഫിക്കലി നമ്മുടെ അടുത്ത് എടുത്ത് ചോദിക്കുവാണ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. ദെൻ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സ്ലോഗൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്തെന്ന് പറയുന്നത്? മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയുന്നത്. ദെൻ ആരാണ് ഈ ഒരു സ്ലോഗൻ അല്ലെന്നുണ്ടെങ്കിൽ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് അല്ലെങ്കിൽ ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തേക്കുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അല്ലെന്നുണ്ടെങ്കിൽ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സ്ലോഗൻ ഫോർമുലേറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ പക്കാ ഓക്കെ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഒരു ഡൗട്ടും ആർക്കും ഇല്ല. ഇത്രയും കാര്യങ്ങൾ പക്ക ഓക്കെ ആണ്. റൈറ്റ്? റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ബാക്ക്ഡ്രോപ്പ് ആണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടായത്, എന്താണ് അമേരിക്കൻ റവല്യൂഷന്റെ കാരണം എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ. എന്താണ് അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാവാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ അടുത്തയായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് നമുക്ക് പരീക്ഷയ്ക്കൊന്നും പ്രത്യേകിച്ച് ചോദിക്കാൻ പോകുന്നില്ല. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങളുടെ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം 1492 എന്ത് ചെയ്യുന്നത്? നോർത്ത് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അമേരിക്കൻ കോണ്ടിനെന്റ് കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അമേരിക്കൻ കോണ്ടിനെന്റ് എന്ത് ചെയ്യുന്നത്? ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്കവർ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഒരു മിഡ് 18th സെഞ്ചുറി ആയപ്പോഴത്തേനും എന്ത് ചെയ്തു? ഈ പറയുന്ന കുറച്ച് ഇംഗ്ലീഷുകാരും കുറച്ച് ഫ്രഞ്ചുകാരൊക്കെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ അമേരിക്കയുടെ അറ്റ്ലാന്റിക് കോസ്റ്റിൽ എന്ത് ചെയ്യുന്നത്? കോളനീസ് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്, അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്?
പിൽഗ്രിം ഫാദേഴ്സ് അറിയപ്പെടുന്ന ആൾക്കാരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത് അമേരിക്കയിൽ കോളനീസ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം, ആദ്യമായിട്ട് അമേരിക്കയിൽ കോളനീസ് സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? പിൽഗ്രിം ഫാദേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ തീർത്ഥാടക പിതാക്കന്മാരാണ് എന്ത് ചെയ്തേക്കുന്നത് അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനീസ് എന്ത് ചെയ്തിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവര് ഏത് കപ്പലിലാണ് അമേരിക്കയിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കപ്പലിലാണ്? മേ ഫ്ലവർ എന്ന കപ്പലിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ പറയുന്ന തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് അമേരിക്കയിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ബാക്ക്ഡ്രോപ്പ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്തു? അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? ഡീപ്പോർട്ട് ചെയ്ത ആൾക്കാരും കുറ്റവാളികളെയൊക്കെ ഡീപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്കായിരുന്നു, ഈ പറയുന്ന അമേരിക്കൻ കോണ്ടിനെന്റിലേക്കായിരുന്നു. ദെൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് കോളനീസ് സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? പിൽഗ്രിം ഫാദേഴ്സ് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവർ മേ ഫ്ലവർ എന്ന് പറഞ്ഞ കപ്പലിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ വരികയും ഇവിടെ കോളനീസ് സെറ്റപ്പ് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? അമേരിക്കയിൽ ഒരുപാട് കുടിയേറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ കുടിയേറ്റത്തിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു റീസൺ അല്ലെങ്കിൽ കുടിയേറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റിസോഴ്സസ് എന്ത് ചെയ്യുക കൈയടക്കുക അല്ലെങ്കിൽ വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട എന്തെന്ന് പറയുക ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആദ്യമേ ഇവരെന്ത് ചെയ്തു? ഇവരുടെ മദർ കൺട്രിയുമായിട്ട് ഇവരെന്തായിരുന്നു? വളരെ കോഡിയലായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു ഇവർ കീപ്പപ്പ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ തമ്മിലുള്ള ആ ഒരു കോഡിയൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങി? വഷളാവാനായിട്ട് തുടങ്ങി. കാര്യം ഈ മദർ കൺട്രീസ് എന്ത് ചെയ്യുന്നു? ഒരുപാട് ചൂഷണ നയങ്ങളും ഒരുപാട് കോളനിക്കാരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? മദർ കൺട്രി ഈ പറയുന്ന കോളനീസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കോളനീസ് എന്ത് ചെയ്യണം? ഈ പറയുന്ന മദർ കൺട്രിയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യണം? നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു തോട്ട് വരികയും അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അവരുടെ എന്താണ് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല നിയമങ്ങൾക്കെതിരെയും അവർ പോരാടുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? സീരീസ് ഓഫ് റെവല്യൂഷൻസ് അമേരിക്കയിൽ നടക്കുകയും ഫൈനലി അവർ സക്സസ്ഫുൾ ആവുകയും അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന ഒരു നേഷൻ ക്രിയേറ്റ് ആവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഔട്ട്ലൈൻ എന്ന് നമ്മൾ അറിയേണ്ട, ഈ പറഞ്ഞ ഔട്ട്ലൈനിൽ നമ്മൾ രണ്ട് പോയിന്റ് മാത്രം നിങ്ങളുടെ ബുക്കിലോട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്താണ് ആ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് അമേരിക്കയിൽ കോളനീസ് സെറ്റപ്പ് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പിൽഗ്രിം ഫാദേഴ്സ് ആണ്. ഈ പിൽഗ്രിം ഫാദേഴ്സ് അമേരിക്കയിൽ എത്തിയെന്ന് പറയപ്പെടുന്ന ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മേ ഫ്ലവർ ഷിപ്പാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ജസ്റ്റ് ഞാൻ ആ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? പക്ക സെറ്റ്? ഇത്രയും കാര്യങ്ങൾ പക്ക ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതിൽ പോയിന്റ്സ് എന്തൊക്കെയാണുള്ളത്? നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. ഇത് 1775 മുതൽ 1783 നടക്കുന്ന സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. ദെൻ ഇതിന്റെ അമേരിക്കൻ റവല്യൂഷന്റെ ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഇംപ്ലിമെന്റ് ചെയ്ത മെർക്കൻഡൈൽ പോളിസീസ് ആണ് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആണ്. അത് ഫോർമുലേറ്റ് ചെയ്ത് ജെയിംസ് ഓട്ടിസ് ആണ്. ദെൻ അമേരിക്കയിൽ 13 കോളനീസ് ഉണ്ടായിരുന്നുവെന്നും ഇതിൽ ആദ്യമായിട്ട് കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരെ നമ്മൾ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നു. അവർ മേ ഫ്ലവർ എന്ന ഷിപ്പിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ വന്നേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ റവല്യൂഷന്റെ മേജർ ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാകാനുള്ള ഫണ്ടമെന്റൽ കോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അടുത്ത ഹെഡിങ് കൊടുക്കുക ഫണ്ടമെന്റൽ കോസസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാകാനുണ്ടായ സർക്കംസ്റ്റാൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ അടുത്തയായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ സംഗതിയാണ് എന്തെന്ന് പറയുന്നത് 7 years വാർ. ഓക്കെ, എന്താണ്? 7 years വാർ ആണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, നമുക്കറിയാം 7 years വാർ എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് 7 years വാർ എന്ന് പറയുന്നത്. ഈ 7 years വാർ എന്ത് ചെയ്യുന്നു? 1763 ആയപ്പോൾ എന്ത് ചെയ്തു? 7 years വാർ എൻഡായി. ഓക്കെ, അപ്പൊ 7 years വാർ 1763 എൻഡായി. ഓക്കെ, ഈ 7 years വാർ അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ അമേരിക്കൻ കോളനീസിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇംഗ്ലണ്ടിന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സപ്പോർട്ട് ചെയ്തിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഫ്രഞ്ചുകാർ അമേരിക്കക്കാരെ കയറി അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ടായിരുന്നു? ഈ അമേരിക്കൻ കോളനിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു 7 years വാർ കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ആ ഒരു പേടി അങ്ങ് മാറി. ആ ഒരു പേടി മാറിയപ്പോൾ എന്താ? ഇനി ഫ്രഞ്ചുകാരുടെ അറ്റാക്ക് ഉണ്ടാവത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് വേണ്ട? മദർ കൺട്രിയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമില്ല എന്നൊരു തോന്നല് ഈ പറയുന്ന കോളനി നിവാസികളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? പെനിട്രേറ്റ് ചെയ്യുന്നു.
ദെൻ ആ ഒരു റീസൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രഞ്ച് ഫിയർ എന്ന് പറയുന്ന ആ ഒരു സംഗതി എന്ത് ചെയ്തു 7 years വാറിന്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോളനിസ്റ്റുകളുടെ മനസ്സിൽ നിന്നും അത് പോകുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, മദർ കൺട്രി ആയിട്ടുള്ള ബ്രിട്ടന്റെ നയങ്ങൾക്കെതിരായിട്ട് അവർ പ്രതികരിക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു, സജ്ജരാകുന്നു. ഓക്കെ, അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ലീഡ് ചെയ്യുന്ന ഒന്നാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എൻഡ് ഓഫ് 7 years വാർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർക്കേണ്ടത് 7 years വാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും ഇംഗ്ലണ്ടുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് 7 years വാർ. അത് എൻഡ് ആയത് എന്നാണ് 1763 ആണ്. ഇത് അമേരിക്കൻ കോളനികളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അമേരിക്കക്കാരുടെ മനസ്സിൽ നിന്നും എന്ത് ചെയ്തു, ഫ്രഞ്ച് ഫിയർ എന്ത് ചെയ്തു, അപ്പാടെ പോയി. ദെൻ ഫ്രഞ്ച് ഫിയർ പോയപ്പോഴത്തേന് എന്ത് ചെയ്തു, അവര് ഗ്രേറ്റ് ബ്രിട്ടനെതിരായിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോളിസീസിനെതിരായിട്ട് അവര് ശബ്ദമുയർത്താനായിട്ട് അവരെന്ത് ചെയ്തു, തുടങ്ങി. ഓക്കെ, ദെൻ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ആ പ്രൈം മിനിസ്റ്ററുടെ പേരാണ് ഗ്രാൻവിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാൻവിൽ. ഓക്കെ, ഈ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ആക്ടുകളും കുറേ പോളിസീസ് ഒക്കെ എന്ത് ചെയ്തു, അമേരിക്കൻ കോളനീസിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും, ഗ്രാൻവിൽ മെഷേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഗ്രാൻവിൽ മെഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഗ്രാൻവിൽ ഓസ്റ്റിൻ അല്ല, ഗ്രാൻവിൽ ആണ് എക്സാക്ട് നെയിം എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാൻവിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. തമിഴ്നാടിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാൻവിൽ എന്നാണ് ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്ററുടെ പേര് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഫർദർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെർച്ച് ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്ന ഗ്രാൻവിൽ മെഷേഴ്സ് ആണ്. അപ്പൊ ഗ്രാൻവിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തെ ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആണ് ഗ്രാൻവിൽ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ട്സും റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, കോളനീസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ലൈക്ക് എന്തൊക്കെയാണ്, ഒരു പ്രൊക്ലമേഷൻ ഓഫ് 1763. ഓക്കെ, അപ്പോൾ പ്രൊക്ലമേഷൻ ഓഫ് 1763 എന്ന് പറയുന്നത് ഗ്രാൻവിൽ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അതായത് അപ്ലാഷ്യൻ മൗണ്ടൻസിന്റെ എന്താണ് ബിയോണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോളനികളിലെ ആൾക്കാർക്കൊന്നും ലാൻഡ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പോളിസിയാണ് പ്രൊക്ലമേഷൻ ഓഫ് 1763. അപ്പൊ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രൊക്ലമേഷൻ ഓഫ് 1763 എന്ന് പറയുന്നത് ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് PSC ചോദിക്കുന്നത് അങ്ങനെയൊക്കെയല്ലേ, ഈ ഒരു സംഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മളവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഗ്രാൻവിൽ മെഷേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെഷർ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൊക്ലമേഷൻ ഓഫ് 1763 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രൊക്ലമേഷൻ ഓഫ് 1763 ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഞാനത് ഇങ്ങോട്ട് എഴുതാം, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഗ്രാൻവിൽ മെഷേഴ്സിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് എന്താണ്, പ്രൊക്ലമേഷൻ ഓഫ് 1763. പ്രൊക്ലമേഷൻ ഓഫ് 1763. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊക്ലമേഷൻ ഓഫ് 1763 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനിക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ലാൻഡിന് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്രൈറ്റീരിയൻ ആണ് പ്രൊക്ലമേഷൻ ഓഫ് 1763 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, ഷുഗർ ആക്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, രണ്ടാമത്തെയാണ് ഷുഗർ ആക്ട്. ഷുഗർ ആക്ട് എന്നാണ് 1764 ഓക്കെ, അപ്പൊ ഷുഗർ ആക്ട് എന്ന് പറയുന്നതും ഈ പറയുന്ന ഗ്രാൻവിൽ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ എന്താണ്, വൺ ഓഫ് ദ പോളിസി മെഷേഴ്സ് ആണ്. ഷുഗർ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ്, ഈ പറയുന്ന ഷുഗറിന്റെ ഡ്യൂട്ടീസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഷുഗറിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ദെൻ മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാമ്പ് ആക്ട്. ഓക്കെ, സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുമ്പോഴത്തേനും എന്ത് ചെയ്യണം, ഈ പറയുന്ന കോളനിയിൽ പബ്ലിഷ് ചെയ്ത് വരുന്ന മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് എന്ത് ചെയ്യണം, പതിപ്പിക്കണം എന്നുള്ളതാണ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765. ദെൻ നാലാമത്തെ ഒരു സാധനമാണ് ക്വാർട്ടറിംഗ് ആക്ട്. ക്വാർട്ടറിംഗ് ആക്ട്. ക്വാർട്ടറിംഗ് ആക്ട് എന്നാണ് 1764 എന്ത് വരുന്നത്, ക്വാർട്ടറിംഗ് ആക്ട് വരുന്നത്. 1764 ക്വാർട്ടറിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാൻവിൽ ഓസ്റ്റിൻ പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ള എന്തെന്ന് പറയുന്നത്, മെഷേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്, നോക്കിക്കേ.
കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്വാർട്ടറിംഗ് ആക്ട് ഓഫ് 1964 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഗ്രാൻവിൽ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന വൺ ഓഫ് ദ പോളിസിയാണ് ഈ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കിക്കേ, കോളനികൾ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവരെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. ഈ ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാമ്പ് ആക്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് എന്നാണ്? സ്റ്റാമ്പ് ആക്ട് വരുന്നത് 1765 എന്ത് വരുന്നത്? സ്റ്റാമ്പ് ആക്ട് വരുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം എക്സ്പോർട്ട് ആക്ട് വരുന്നത് ഇത്. ഓക്കെ, ഇത്രയാണ് ഗ്രാൻവിലിന്റെ പ്രധാനപ്പെട്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്? കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്റ്റാമ്പ് ആക്ടും ക്വാർട്ടറിംഗ് ആക്ടും നമുക്ക് മനസ്സിലായി. ദെൻ ഷുഗർ ആക്ടിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, ഇത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ആണ്. നമ്മൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ 7 years വാർ എൻഡായി. അപ്പൊ എന്ത് ചെയ്തു? കോളനിക്കാർക്കിടയിൽ നിന്നും ഫ്രഞ്ച് ഫിയർ മാറി. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ദെൻ രണ്ടാമത്തെ കാര്യം, ഗ്രാൻവിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു? ഒരുപാട് പോളിസീസ് കോളനീസിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതെല്ലാം എന്ത് ചെയ്തു? കോളനിക്കാരെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ളായിരുന്നു. അതും എന്ത് ചെയ്തു? ആൾക്കാരെ ഒരു എന്താണ്, ഒരു വാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു? ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അപ്പൊ ഗ്രാനുവലിന്റെ പ്രധാനപ്പെട്ട മെഷേഴ്സ് ആണ് പ്രൊക്ലമേഷൻ ഓഫ് 1763, ഷുഗർ ആക്ട് ഓഫ് 1764, സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765, ക്വാർട്ടറിംഗ് ആക്ട് ഓഫ് 1764. ഓക്കെ, ഇത് ഗ്രാൻവിൽ മെഷേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഓർക്കേണ്ടത്, പ്രൊക്ലമേഷൻ ഓഫ് 1763ഉം ഷുഗർ ആക്ട് ഓഫ് 1764ഉം സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765ഉം ക്വാർട്ടറിംഗ് ആക്ട് ഓഫ് 1764ഉം ഒക്കെ എന്താണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് എന്നുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ അവിടെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുകൂടാതെ എന്ത് ചെയ്യണം? ഇതിന്റെയൊക്കെ വർഷങ്ങളും കൂടെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അതായത് പ്രൊക്ലമേഷൻ ഓഫ് 1763, ഓക്കെ, ഷുഗർ ആക്ട് 64ലാണ്, ക്വാർട്ടറിംഗ് ആക്ടും 64ലാണ്, സ്റ്റാമ്പ് ആക്ട് എന്നാണ്? 1765. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഗ്രാൻവിൽ മെഷേഴ്സ് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത് ഒരു കാര്യം കൂടെ ചില പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ പറയുന്ന നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ എപ്പോഴാണ് അമേരിക്കക്കാർ റൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാമ്പ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജെയിംസ് ഓട്ടിസ് എന്ത് ചെയ്യുന്നത്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സ്ലോഗൻ റൈസ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്ലോഗൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാമ്പ് ആക്ടിനെതിരായിട്ട് അമേരിക്കൻ ജനത എന്ത് ചെയ്യുന്നത്? സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സ്റ്റാമ്പ് ആക്ട് റിപ്പീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ഇൻഡെപ്ത് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സ്ലോഗൻ ഏത് ആക്ടിന് എതിരായിട്ടാണ് അങ്ങനെ ഒരു സ്ലോഗൻ റൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1765 ഗ്രാൻവിൽ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാമ്പ് ആക്ടിനെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്ലോഗൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? കുറച്ചുകൂടെ കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഞാൻ കുറച്ച് നീട്ടി വലിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്നും കൂടെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഞാനൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ പറയുന്ന ആക്ടുകളെല്ലാം അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന ആക്ടുകളുടെയൊക്കെ എന്തും കൂടെ ചെയ്യണം? വർഷങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തു വെച്ചേക്കണം. പിന്നെ അതിന്റെ കൂടെ അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന സ്റ്റാമ്പ് ആക്ടിനെതിരായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സ്ലോഗൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നമുക്കറിയാം നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആണ് പിൽക്കാലത്ത് അമേരിക്കൻ റവല്യൂഷന്റെ സ്ലോഗൻ ആയിട്ട് വരുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് ജെയിംസ് ഓട്ടിസ് ആണെന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ക്ലിയർ, സെറ്റ്, പക്ക ഓക്കെ? പക്ക ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോടെ? ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, 7 years വാറിന്റെ എൻഡ് ആണ് അമേരിക്കൻ റവല്യൂഷന്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. ദെൻ രണ്ടെന്താണ്? ഗ്രാൻവിൽ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവരുന്ന മെഷേഴ്സ്. അതിൽ നമ്മൾ കുറെ ആക്ടുകൾ നമ്മൾ പഠിച്ചു. ദെൻ മൂന്നാമത്തെ സംഗതിയാണ് ടൗൺഷെൻഡ് ലോസ്. ടൗൺഷെൻഡ് ലോസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലണ്ടിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ആര് വരുന്നത്? ചാൾസ് ടൗൺഷെൻഡ് വരുന്നത്. ഓക്കെ, ആര് വരും? ചാൾസ് ടൗൺഷെൻഡ് വരും.
ഓക്കെ, ഈ ചാൾസ് ടൗൺഷെൻഡ് കോളനികളിൽ നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളും എന്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്? ഈ പറയുന്ന അമേരിക്കൻ റവല്യൂഷനിലേക്ക് വഴിതെളിപ്പിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? ഈ ടൗൺഷെൻഡിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് നമ്മൾ പറയും. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് ചെയ്യണം? ഇറക്കുമതി ചുങ്കം നൽകണം എന്ന് പറയുന്നു. ഈ ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൗൺഷെൻഡ് ലോ എന്ന് നമ്മൾ പറയും. ഇതിന് എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് എന്ന് നമ്മൾ പറയും. അതുകൂടാതെ എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ടിൽ ഇത് ടൗൺഷെൻഡ് ലോ ആണ്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇതാണ്. ഓക്കെ, ടൗൺഷെൻഡ് ലോ. ടൗൺഷെൻഡ് ലോ ഇത്രയേ ഉള്ളൂ. എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1767 എന്ത് വരുന്നത്? ടൗൺഷെൻഡ് ലോ വരുന്നത്. ടൗൺഷെൻഡ് ലോ ഇത്രയേ ഉള്ളൂ പറയുന്നത്. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് ചെയ്യണം? ഇറക്കുമതി ചുങ്കം നൽകണം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടൗൺഷെൻഡ് നിയമം അല്ലെങ്കിൽ ടൗൺഷെൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ടൗൺഷെൻഡ് ലോയ്ക്ക് എതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഈ കോളനിയിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അങ്ങനെ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? 5 മാർച്ച് 1770 എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് സോൾജേഴ്സ് എന്ത് ചെയ്യുന്നു? 5 അമേരിക്കക്കാരെ എന്ത് ചെയ്യുന്നു? ഷൂട്ട് ചെയ്ത് കൊല്ലുവാണ്. അതായത് ടൗൺഷെൻഡ് നിയമത്തിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ബ്രിട്ടീഷ് സോൾജേഴ്സ് നിറയൊഴിക്കുന്നു. അങ്ങനെ 5 അമേരിക്കൻസ് എന്ത് ചെയ്യുന്നു? 5 മാർച്ച് 1770 എന്ത് ചെയ്യപ്പെടുവാണ്? മസാക്കർ ചെയ്യപ്പെടുവാണ്. ഈ ഒരു മസാക്കറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോസ്റ്റൺ മസാക്കർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ബോസ്റ്റൺ മസാക്കർ. ഓക്കെ, അപ്പൊ ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്ന ഇൻസിഡന്റ്, നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ കേട്ടിട്ടുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടിയും ബോസ്റ്റൺ മസാക്കറും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ടൗൺഷെൻഡ് നിയമത്തിനെതിരായിട്ട് അമേരിക്കൻ ജനത നടത്തുന്ന പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? 5 അമേരിക്കക്കാര് ബ്രിട്ടീഷ് സോൾജേഴ്സിനാൽ കൊല്ലപ്പെടുന്നു. ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്നത്. ബോസ്റ്റൺ മസാക്കർ എന്നാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർച്ച് 1770 ബോസ്റ്റൺ മസാക്കർ നടക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോ മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ടൗൺഷെൻഡ് ലോസ് ആണ്. ടൗൺഷെൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് ടൗൺഷെൻഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വരുന്ന സമയത്ത് ടാക്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഗ്ലാസിനകത്തും പേപ്പറിനകത്തും തേയിലയ്ക്കകത്തും പെയിന്റിനകത്തൊക്കെ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ ടാക്സും ഒക്കെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദെൻ ഇതിനെതിരായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് ബോസ്റ്റൺ മസാക്കർ. അപ്പൊ നമ്മൾ ചോദിക്കാം, ബോസ്റ്റൺ മസാക്കർ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാണ് ബോസ്റ്റൺ മസാക്കർ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർച്ച് 1770 എന്ത് നടക്കുന്നത്? ബോസ്റ്റൺ മസാക്കർ നടക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ബോസ്റ്റൺ മസാക്കറിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ടൗൺഷെൻഡ് ലോ എന്ത് ചെയ്യുന്നു? റിപ്പീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. താഴെ തന്നിരിക്കുന്നതിൽ ബോസ്റ്റൺ മസാക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ എന്നായിരിക്കും നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബോസ്റ്റൺ മസാക്കറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്നത് അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഗതിയാണ്. ഓക്കെ, എന്നാണ് ബോസ്റ്റൺ മസാക്കർ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 5 മാർച്ച് 1770 ബോസ്റ്റൺ മസാക്കർ നടക്കുന്നത്. എന്താ ബോസ്റ്റൺ മസാക്കറിന്റെ റീസൺ എന്ന് പറയുന്നത്? ടൗൺഷെൻഡ് നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ബോസ്റ്റൺ മസാക്കറിന് കാരണമായതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം ടൗൺഷെൻഡ് നിയമം എന്ത് ചെയ്യുന്നു? ഗ്ലാസ്, പേപ്പർ, തേയില, പെയിന്റ് പോലുള്ള സംഗതികളിൽ എന്ത് ചെയ്യുന്നു? ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? അമേരിക്കൻ ജനത പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? 5 പേര് കൊല്ലപ്പെടുന്നു. ഇതാണ് ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും, ബോസ്റ്റൺ മസാക്കറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബോസ്റ്റൺ മസാക്കറിന് ശേഷം ടൗൺഷെൻഡ് നിയമം റിപ്പീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും പക്ക കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞത് എൻഡ് ഓഫ് 7 years വാർ അല്ലെ? 7 years വാർ എൻഡായി. അത് ഒന്നാമത്തെ റീസൺ. അപ്പോൾ ഫ്രഞ്ച് ഫിയർ പോയി. അപ്പോൾ ഇംഗ്ലണ്ടിനെ അടിക്കാനുള്ള ധൈര്യം ആർക്ക് വന്നു? നമ്മുടെ അമേരിക്കൻ കോളനികൾക്ക് വന്നു. ദെൻ രണ്ടാമത് പറയുന്നത് ഗ്രാൻവിൽ എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഇംപ്ലിമെന്റ് ചെയ്ത കുറെ മെഷേഴ്സ്. ഓക്കെ, ലൈക്ക് ടാക്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പലതരത്തിലുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. ഈ മെഷേഴ്സ് എല്ലാം
അമേരിക്കക്കാരെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ആയിരുന്നു. ആ പ്രധാനപ്പെട്ട മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൊക്ലമേഷൻ ഓഫ് 1763, ഷുഗർ ആക്ട് ഓഫ് 1764, കോട്ടറിംഗ് ആക്ട് ഓഫ് 1764, സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765. ഓക്കെ, അതെല്ലാം എവിടെ ഉണ്ട്? നമ്മുടെ ഈ പറയുന്ന ബുക്കുകളിൽ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ടൗൺഷെൻഡ് നിയമമാണ്. ടൗൺഷെൻഡ് നിയമത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുന്നത് ടൗൺഷെൻഡ് നിയമമായിട്ട് അസോസിയേറ്റഡ് ആണ്. ടൗൺഷെൻഡ് നിയമം ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തവരിൽ 5 പേരെ ബ്രിട്ടീഷ് സോൾജേഴ്സ് കൊല്ലുകയും ചെയ്യുന്നു. ആ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൗൺഷെൻഡ് ലോ എന്ന് നമ്മൾ ആ ഒരു ഇൻസിഡന്റിനെയാണ് ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്നത്. എന്നാണ് 1770 ബോസ്റ്റൺ മസാക്കർ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ബോസ്റ്റൺ മസാക്കറിന്റെ ഭാഗമായിട്ട് ടൗൺഷെൻഡ് നിയമം എന്ത് ചെയ്യുന്നു? റിപ്പീൽ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? പക്ക ഓക്കെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ്? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോടെ? സെറ്റാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഞാൻ പറയാതെ പോയ 2 നിയമങ്ങളുണ്ട്. ഈ നിയമത്തിനകത്ത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന് പറയുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്? നാവിഗേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നാവിഗേഷൻ ആക്ട് എന്നാണെന്ന് ചോദിച്ചാൽ 1651 എന്ത് വരുന്നത്? നാവിഗേഷൻ ആക്ട് വരുന്നത്. ഇതൊരു പഴയ ആക്ട് ആണ്. ഓക്കെ, 1651 നാവിഗേഷൻ ആക്ട് വരുന്നത്. ഓക്കെ, നാവിഗേഷൻ ആക്ട് ക്ലിയർ അല്ലേ? അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലായിരിക്കണം, അല്ലാതെ മറ്റു കപ്പലുകളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ആക്ട് ആണ് നാവിഗേഷൻ ആക്ട്. നാവിഗേഷൻ ആക്ട് എന്നാണ് 1651 നാവിഗേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ആക്ട് ആണ് കോളനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ എന്താണ് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കയറ്റി അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ആക്ട് ആണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആക്ട്, നാവിഗേഷൻ ആക്ട് ഓഫ് 1651, സ്റ്റാമ്പ് ആക്ട് ഓഫ് 1765, ടൗൺഷെൻഡ് നിയമം, then കോട്ടറിംഗ് ആക്ട് ഓഫ് 1764, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, then പ്രൊക്ലമേഷൻ ഓഫ് 1763, ഇതൊക്കെ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എങ്ങാനും കയറി ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ 7 years വാർ കഴിഞ്ഞു, ഗ്രാൻവിൽ മെഷേഴ്സ് കഴിഞ്ഞു, ടൗൺഷെൻഡ് ലോ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 3 പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ പറഞ്ഞു. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മുടെ കോളനികളിൽ എന്ത് ചെയ്യുന്നു? ദാണ്ടെ കോളനികളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെ? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ എങ്ങോട്ടേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. വേറൊരു രാജ്യവുമായിട്ടും യാതൊരു തരത്തിലുള്ള ട്രേഡ് റിലേഷൻസും പാടില്ല. ഇംഗ്ലണ്ടുമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ ഇയർ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ ഇയർ പറയാഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അതൊന്നും ഇയർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇയർ ഒന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ പകരം എന്ത് ചെയ്യാം, നമുക്ക് എന്താ പറയാ, ബാക്കി ഞാൻ ഈ ഇയർ പറഞ്ഞേക്കുന്ന ആക്ടുകളൊക്കെ എന്തുണ്ട്, വ്യക്തമായിട്ട് നമ്മുടെ ബുക്കുകളിൽ ഉള്ള സംഗതികളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ എന്ത് ചെയ്യുക, വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ 7 years വാർ എൻഡായി, കോളനികളുടെ ഭയം മാറി, ദെൻ ഗ്രാൻവിൽ മെഷേഴ്സ് വന്നപ്പോഴത്തേനും ചൂഷണം ചെയ്യുന്നത് കോളനിക്കാർക്ക് മനസ്സിലായി, ടൗൺഷെൻഡ് ലോസ് വന്നപ്പോഴും ചൂഷണം മനസ്സിലായി. ദെൻ അടുത്ത ഒരു മേജർ ഇൻസിഡന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കോസ് എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് ലീഡ് ചെയ്ത അടുത്ത ഒരു മേജർ റീസൺ ആണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമുക്ക് നോക്കാം. അതായത് 1773 എന്ത് ചെയ്തു? ഒരു പുതിയൊരു ആക്ട് വന്നു. എന്താണ്? ടീ ആക്ട് എന്ന് നമ്മൾ പറയും. ടീ ആക്ട് ഓഫ് 1773, 1773 എന്ത് ചെയ്തു? പുതിയൊരു ആക്ട് വരുന്നു. ആ ആക്ടിന്റെ പേരാണ് ടീ ആക്ട് എന്ന് പറയുന്നത്. അതായത്
ടീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ടാക്സ് ഇമ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടീ ഇമ്പോർട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ടാക്സ് അതിനകത്ത് ഇമ്പോസ് ചെയ്യും എന്നുള്ള ഒരു നിയമമാണ് ടീ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അമേരിക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ടീ എന്ന് പറയുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയാണ് ടീ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടീക്കകത്ത് അല്ലെങ്കിൽ തേയിലക്കകത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തത് എന്ത് ചെയ്തു, അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമേരിക്കക്കാർ എന്ത് ചെയ്തു, അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണ്. കാര്യം നമുക്കറിയാം, അമേരിക്കയിലെ ആദ്യത്തെ ആൾക്കാരെന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് ആണ് അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, റെഡ് ഇന്ത്യൻസിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അവര് ഈ പറയുന്ന ഹാർബറിൽ എത്തിയിട്ട്, ബോസ്റ്റൺ എന്ന് പറയുന്ന ഹാർബറിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടുത്തെ തേയിലപ്പെട്ടികളെല്ലാം എന്ത് ചെയ്യുന്നു, വെളിയിലേക്ക് എടുത്തെറിയുന്നു. ഓക്കെ, ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണമായിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, 1773 ടീ ആക്ട് ആണ്, അല്ലെങ്കിൽ തേയില നിയമമാണ് ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ഉണ്ടാവാനുള്ള ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേനും അതിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, റെഡ് ഇന്ത്യൻസിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ ബോസ്റ്റൺ ഹാർബറിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 342 തേയിലപ്പെട്ടികൾ എന്ത് ചെയ്യാണ്, അവർ കടലിലേക്ക് വലിച്ചെറിയാണ്. ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഈ പറയുന്ന ബോസ്റ്റൺ ടീ പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് അല്ലെ അതുപോലെ മറ്റുള്ള അത് കണക്കത്തെ ഇൻസിഡൻസ് ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കുന്ന മറ്റൊരു ആക്ട് ആണ് 1774 എന്തെന്ന് പറയും, ഇൻടോളറബിൾ ആക്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇൻടോളറബിൾ ആക്ട്. അപ്പൊ നമ്മൾ ചോദിക്കാം, ഇൻടോളറബിൾ ആക്ട് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ്റ്റൺ ടീ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻടോളറബിൾ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോടെ, പറഞ്ഞാട്ടെ, ഇത്രയും കാര്യങ്ങൾ പക്ക ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അമേരിക്കൻ റവല്യൂഷൻ ഏത് കോണ്ടിനെന്റിലാണ് നടന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അമേരിക്കൻ റവല്യൂഷന്റെ ആ ഒരു ടൈം വിൻഡോ നമ്മൾ പറഞ്ഞു. ദെൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് നടന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ അമേരിക്കൻ റവല്യൂഷനുള്ള ഫണ്ടമെന്റൽ കോസ് ഗ്രേറ്റ് ബ്രിട്ടൻ നടത്തിയിട്ടുള്ള മെർക്കൻഡൈൽ പോളിസീസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ അമേരിക്കൻ റവല്യൂഷന്റെ സ്ലോഗൺ എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഡിസൈൻ ചെയ്തത് ആരാണ്, ജെയിംസ് ഓട്ടിസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് നടന്നത്, അതിന്റെ ആ ഒരു മാപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് മാപ്പാണ് നമ്മൾ എന്ത് ചെയ്തത്, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് 7 ഇയേഴ്സ് വാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 7 ഇയേഴ്സ് വാർ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസിനോടുള്ള ഫിയർ അവർക്ക് പോവുകയും മദർ കൺട്രി ആയിട്ടുള്ള ബ്രിട്ടനെതിരായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് 7 ഇയേഴ്സ് വാർ അവസാനിച്ചപ്പോഴാണ്. അതാണ് 7 ഇയേഴ്സ് വാറിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഗ്രാൻവിൽ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, കോളനികളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നിയമങ്ങൾ അല്ലെങ്കിൽ ആക്ടുകൾ കൊണ്ടുവരുന്നു. ലൈക്ക് പ്രൊക്ലമേഷൻ ഓഫ് 1763, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്, കോട്ടറിംഗ് ആക്ട് അല്ലെ, തുടങ്ങിയ പോലുള്ള സംഗതികൾ കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ സ്റ്റാമ്പ് ആക്ടിനെതിരായിട്ടാണ് ആക്ച്വലി നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സ്ലോഗൻ വെച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടക്കുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ടൗൺഷെൻഡ് എന്ത് ചെയ്യുന്നു, ഗ്ലാസ്, പേപ്പർ, തേയില, പെയിന്റ് പോലുള്ള സംഗതികളിൽ എന്ത് ചെയ്യുന്നു, ടാക്സ് ഇമ്പാർട്ട് ചെയ്യുന്നു. then ഇതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ആ പ്രൊട്ടസ്റ്റിൽ എന്ത് ചെയ്യുന്നു, 5 അമേരിക്കക്കാരെ കൊല്ലപ്പെടുകയും ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ബോസ്റ്റൺ മസാക്കർ എന്നും നമ്മൾ പറയുന്നുണ്ട്. ദെൻ ബോസ്റ്റൺ മസാക്കർ വഴിയാണ് ടൗൺഷെൻഡ് ലോസ് എന്ത് ചെയ്യപ്പെട്ടത്, റിപ്പീൽ ചെയ്യപ്പെട്ടത്. പിന്നെ നമ്മൾ പറഞ്ഞത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. കാര്യം ഈ ഇൻസിഡന്റിനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നു, പുതിയൊരു ടീ ആക്ട് കൊണ്ടുവരുന്നു. അതായത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ടീക്കകത്ത് ടാക്സ് എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. ദെൻ ഇതിനെതിരായിട്ട് നടക്കുന്ന ഇൻസിഡന്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇവിടെ എന്ത് ചെയ്യുന്നു, അമേരിക്കക്കാർ റെഡ് ഇന്ത്യൻസിനെ പോലെ ഡ്രസ് ചെയ്തിട്ട് 342 പെട്ടി തേയിലകൾ കടലിലേക്ക് എടുത്ത് കളയാണ്. ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണമായിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീ ആക്ട് ഓഫ് 1773 ആണ്.
ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. എന്നാണ് 16 ഡിസംബർ 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ദെൻ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ഇതുപോലുള്ള ഇൻസിഡൻസ് ഇനിയും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കുന്ന ആക്ട് ആണ് ഇൻടോളറബിൾ ആക്ട്സ് എന്ന് പറയുന്നത്. ഇൻടോളറബിൾ ആക്ട് എന്ന് നടക്കുന്നത് 1774 ഇൻടോളറബിൾ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊക്ലമേഷൻ 1763, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്, കോട്ടറിംഗ് ആക്ട്, ടൗൺഷെൻഡ് ലോസ്, ബോസ്റ്റൺ മസാക്കർ, ബോസ്റ്റൺ ടീ പാർട്ടി, ഇൻടോളറബിൾ ആക്ട്, ടീ ആക്ട്, ഇതെല്ലാം ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതേ ചോദിക്കൂ. ഓക്കെ, ഇനിയിപ്പം എക്സാമിന് കയറുമ്പോഴത്തേനും ഈ ഒരു ആക്ട് ഏതിന്റെയാണ്? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഇന്ന ഇൻഷുറൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട, ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം ഒരു ഡെപ്തിൽ ഇതുവരെ PSC ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. എന്നാലും കുറച്ചും കൂടെ ഡെപ്തിലേക്ക് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോഴെങ്കിലും കറക്റ്റ് തലയിലോട്ട് കയറുന്നില്ലേ? കയറുന്നുണ്ടോ? കയറുന്നുണ്ടോടെ? യെസ്, ഉണ്ട്. നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ. ഓക്കെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് നയിച്ച അല്ലെങ്കിൽ ലീഡ് ചെയ്ത മറ്റൊരു ഇൻസിഡന്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ കോൺഗ്രസ് സമ്മേളനങ്ങൾ പ്രധാനമായിട്ടും 2 കോൺഗ്രസ് സമ്മേളനങ്ങളാണുള്ളത്. ഒന്ന് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഫറൻസ്. ഓക്കെ, എന്നാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1774 എന്ത് ചെയ്തേക്കുന്നത്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സംഘടിപ്പിച്ചേക്കുന്നത്. ദെൻ എവിടെ വെച്ചാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫിലാഡൽഫിയയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണെന്ന് ചോദിച്ചാൽ 1774. ദെൻ എവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഫറൻസിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ എത്ര കോളനീസ് പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 കോളനീസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെയുള്ള, ജോർജിയ ഒഴികെയുള്ള മറ്റ് കോളനികളെല്ലാം എന്ത് ചെയ്തു, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്തയായിട്ട് ഹെഡിങ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കോസിൽ ഒന്നാണ് ഈ പറയുന്ന കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് 12 കോളനീസ് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ജോർജിയ എന്ന് പറഞ്ഞ കോളനി മാത്രം എന്ത് ചെയ്യുന്നു, ആ കോൺഗ്രസിൽ നിന്നും എന്ത് ചെയ്തു, വിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ പറയുന്ന കോൺഗ്രസ് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് കിങ്ങിനോട് എന്താണ്, ഈ പറയുന്ന ഇൻഡസ്ട്രീസിലും ട്രേഡിലും ഒക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ്, ഇൻഡസ്ട്രീസിലുള്ള ട്രേഡിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ടാക്സുകൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്നും പുതിയ ഏതെങ്കിലുമൊക്കെ ടാക്സുകൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോളനിക്കാരുടെ കൺസെന്റും കൂടെ എടുത്തിട്ട് ശേഷം മാത്രമേ തുടങ്ങാവുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്തു, ഇവർ അറിയിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലെ രാജാവ് അത് കേൾക്കുന്നില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ സംഭവിച്ച കാര്യം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 13 കോളനീസിൽ 12 ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളനീസും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോൺഗ്രസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് നടന്നിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിലുള്ള റെസ്ട്രിക്ഷൻസും ട്രേഡിലുള്ള റെസ്ട്രിക്ഷൻസും എടുത്തു കളയുക. ദെൻ അതുകൂടാതെ എന്ത് ചെയ്യുക, പുതിയ എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഈ പറയുന്ന കോളനിയിലുള്ള ആൾക്കാരുടെ കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രമേ ടാക്സുകൾ എന്ത് ചെയ്യുള്ളൂ, പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുള്ളൂ എന്ന കാര്യം കൂടി എന്ത് ചെയ്യുന്നു, ഈ കോൺഗ്രസിലൂടെ ഇംഗ്ലണ്ടിലെ രാജാവിനെ അറിയിക്കുന്നു. പക്ഷെ ഇംഗ്ലണ്ട് രാജാവ് എന്ത് ചെയ്യുന്നു, അത് കേൾക്കുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പോ അങ്ങനെ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, രാജാവ് സൈന്യത്തെ അയക്കുകയാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അങ്ങനെ കോളനിക്കാരും
ബ്രിട്ടീഷുകാരും തമ്മിൽ ഫസ്റ്റ് വാറൊക്കെ നടക്കുവാണ് ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോൺഗ്രസ് ഓക്കെ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 1774 ഫിലാഡൽഫിയ 12 അറ്റൻഡീസേ ഉള്ളൂ, ജോർജ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അവിടെ കോൺഗ്രസിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിലും ട്രേഡിലും ഉള്ള റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുക, ദെൻ പുതിയ ടാക്സുകൾ ഇവരുടെ കൺസെന്റോടുകൂടി മാത്രമേ ചെയ്യുള്ളൂ, വിത്തൗട്ട് ദെയർ കൺസെന്റ് നോ ടാക്സ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. ഓക്കെ, അതാണ് ഫിലാഡൽഫിയ ഫസ്റ്റ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ എന്തെന്ന് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ അതാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് 1775 ഓക്കെ, 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, ദെൻ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 നടക്കുന്നത്. അതും എവിടെ വെച്ചാൽ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ 13 കോളനീസ്, കഴിഞ്ഞ വട്ടം ജോർജിയ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, എന്നാൽ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയപ്പോഴത്തേനും എന്ത് ചെയ്തു, അതിനകത്ത് ജോർജിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1775 എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ഫിലാഡൽഫിയയിലാണ് നടന്നത്. 13 കോളനീസ് എന്ത് ചെയ്തു, ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഓക്കെ, ദെൻ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു പെറ്റിഷൻ തയ്യാറാക്കുന്നു. ആ പെറ്റിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ എന്ന് പറയുന്നത്. ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ ഏത് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് ഫ്രെയിം ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ എന്ത് ചെയ്തത്, നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് രാജാവിന് അയക്കുകയാണ്. ഒലിവ് ബ്രാഞ്ച് പെറ്റിഷനിലും ഈ പറയുന്ന കോളനിക്കാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഓക്കെ, എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജോർജ് വാഷിംഗ്ടണിനെ എന്ത് ചെയ്തു, കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് എന്ത് ചെയ്തു, തെരഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തത് ഏത് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? പക്ക ഓക്കെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ്. അപ്പൊ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് 1774 നടന്നത്, ഫിലാഡൽഫിയയിലാണ് നടന്നത്. ഇതിനകത്ത് 12 കോളനീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ജോർജിയ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അവിടെ വെച്ച് ട്രേഡിലും ഇൻഡസ്ട്രീസിലുള്ള റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യണമെന്നും പുതിയ ടാക്സോ കാര്യങ്ങളോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, കോളനീസിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നു. പക്ഷെ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ കിങ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി അത് റിജക്ട് ചെയ്യുന്നു. അതിനുശേഷം 1775 ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. ഈ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ 13 കോളനീസിൽ നിന്നും ഉള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ദെൻ അവിടെ വെച്ചിട്ടാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ തയ്യാറാക്കുന്നത്. അതുകൂടാതെ നമ്മുടെ എന്ത് ചെയ്യുന്നു, ജോർജ് വാഷിംഗ്ടണിനെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ അമേരിക്കൻ ആർമി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇനി നമുക്ക് അടുത്ത ഇൻസിഡന്റ് നോക്കാനുള്ളത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അടുത്തയായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് മനസ്സിലായോടെ? ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് മനസ്സിലായോ? സിമ്പിൾ ആണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന രീതിയിൽ ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇന്ന സാധനങ്ങൾ ഇന്നതായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ. ഇപ്പോൾ ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാകത്തില്ല. അപ്പൊ എക്സാം കേൾക്കുമ്പോൾ കാണുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഒലിവ് ബ്രാഞ്ച് പെറ്റിഷൻ എന്ന പെറ്റിഷൻ ഉണ്ടോ? ഓക്കെ, അത് അമേരിക്കൻ റവല്യൂഷൻ ആണ്. അത്രയും മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ദെൻ അതുകൂടാതെ അത് ഈ ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഫറൻസിലാണ് ഈ ഒരു സംഗതി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ തീരും. ഓക്കെ, വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും.
ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ക്ലാസ് എടുത്താൽ മതിയോ, അതോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈക്ക് സ്ലൈഡായിട്ട് തന്നെ നിങ്ങൾക്ക് കാണണം എന്ന് നിർബന്ധമുണ്ടോ? ഞാൻ SCRT ടെക്സ്റ്റ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതിയോ, അതോ കംപ്ലീറ്റ്ലി എന്താ വാട്ട് എവർ ഐ എം സെയിങ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതുകൂട്ട് തന്നെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണണം എന്ന് നിർബന്ധമുണ്ടോ? ഇത് ഓക്കെ ആണ് അല്ലേ? അതാകുമ്പോൾ നിങ്ങൾക്ക് SCRTയും കാണാൻ പറ്റും, ഇതിന് SCRTയുടെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫാക്റ്റും പറയാൻ പറ്റും. ആ ആ ഓക്കെ. ആ ശ്വേത, ഇത് കംഫർട്ടബിൾ ആണ്, ഇത് കുഴപ്പമില്ല. ഓക്കെ, ശരി ശരി, ഓക്കെ. അപ്പൊ SCRTയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ പോവുകയും ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളിലും കൂടെ അതിനകത്ത് വരും. അപ്പൊ അത് പക്ക ഓക്കെ ആയിട്ടങ്ങ് പൊക്കോളും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബേസിക് കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് അമേരിക്കൻ റവല്യൂഷൻ, വർഷം, എന്താണ് കാരണം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ബാക്ക് ഡ്രോപ്പ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ബാക്ക് ഡ്രോപ്പ് രണ്ട് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ആരാണ് പിൽഗ്രിം ഫാദേഴ്സ്, എന്താണ് മേഫ്ലവർ എന്ന് പറഞ്ഞ കപ്പലിന്റെ ഇമ്പോർട്ടൻസ്, അത് രണ്ടേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് റീസൺസ് ഫോർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അത് 7-year വാറിന്റെ എൻഡ്, ഗ്രാനുവൽ മെഷേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ടൗൺഷെൻഡ് ലോസിന്റെ കാര്യം പറഞ്ഞു. ദെൻ ബോസ്റ്റൺ മസാക്കർ എന്ന് പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നുവെന്നും അത് ടൗൺഷെൻഡ് ലോയുടെ ഭാഗമാണെന്നും അത് കാരണം ടൗൺഷെൻഡ് ലോസ് റിപ്പീൽ ചെയ്തു എന്നും മനസ്സിലായി. പിന്നെ അടുത്ത മേജർ ഇൻസിഡന്റ് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അതിനുള്ള കാരണം ടീ ആക്ട് ആണെന്നും ദെൻ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷമാണ് ഇൻടോളറബിൾ ആക്ട് കൊണ്ടുവരുന്നതെന്നും നമുക്കറിയാം. ഈ പറഞ്ഞ ആക്ടുകളൊക്കെ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ അതിനുശേഷം നമ്മൾ കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വർഷം, നടന്ന സ്ഥലം, ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എന്തൊക്കെയായിരുന്നു അവിടുത്തെ അജണ്ട എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ദെൻ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന പേഴ്സണാലിറ്റീനെയും അതുകൂടാതെ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷനും എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ, സെറ്റ്, പക്ക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, പിന്നെ മേജർ ആയിട്ടുള്ള എന്താണ് വാറുണ്ട്, പിന്നെ ചില തത്വചിന്തകന്മാരും അവരുടെ കോട്ട്സ്, അത്രയും കൂടെ ആകുമ്പോൾ അമേരിക്കൻ റവല്യൂഷൻ സെറ്റ്. ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യത്തില്ല, പരീക്ഷയ്ക്ക് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. റവല്യൂഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് നമ്മൾ സെറ്റായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ശരി. ഞാൻ ഒരുപാട് കഥയും കാര്യങ്ങളൊന്നും പറയത്തില്ല. കാര്യം കഥ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ എന്താണ്, ഒരു MCQ എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ MCQ എക്സാമിൽ എന്താണ് ചോദിക്കുന്നത്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ നിന്നും എന്തൊക്കെ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം, അതാണ് നമുക്ക് വേണ്ടത്. കാര്യം നമ്മൾ കുറെ കഥയും കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, എന്താണ് PSC ചോദിക്കുന്നത് അതനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്.